പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടികളെ വീണ്ടും വീണ്ടും പഠിക്കണം എന്നുള്ള രീതിയിൽ അമിതമായ പ്രോത്സാഹനം കൊടുക്കരുത്. നേരത്തെ ഇവിടെ പറഞ്ഞു ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അല്ല, ഞാൻ മോട്ടിവേഷൻകാരെയൊക്കെ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ അല്ല പറയുന്നത്. ഞാൻ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ തെറ്റ് ശരി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കും, അങ്ങനെ പറയത്തിലാണ് മോട്ടിവേഷൻ. നമ്മളെ മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മൾ മോട്ടിവേഷൻ ചെയ്യിക്കുന്നത്. അല്ലാതെ വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ, മൊബൈൽ ഫോണിൽ നോക്കിയാൽ നമ്മുടെ മക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, പലരും പ്രായമുള്ളവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും ശരി എന്നൊക്കെ പറയും, ഒന്നും കേൾക്കില്ല. ചൈനക്കാരെ പോലെയാണ്. ചൈനക്കാരെ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല. അവരെ പക്ഷെ എല്ലാം തലവരിച്ചിരിക്കും. അതുപോലെയാണ് എല്ലാം കേൾക്കും. ഈ ഇതിനകത്ത് വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അയവാക്കിക്കൊണ്ടിരിക്കും. ഇത് ചിന്തിച്ചു, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമുണ്ടോ? ആരോ എവിടെ ഇരുന്നിട്ടോ പടച്ചുണ്ടാക്കി വെക്കുന്ന അവര് ഛർദിക്കുന്ന കാര്യം മൊബൈലിലൂടെ വരുന്നത് നിങ്ങളെടുത്ത് നക്കി നോക്കുകയാണ് ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നതിനെ കുറിച്ച് പറയാനുള്ള എനിക്കതാണ്. ആരോ എവിടെ ഇരുന്ന് ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകൾ എവിടെ ഇരുന്നിട്ട് എന്തൊക്കെ പടച്ചു വിടുന്നു, അത് നമ്മളെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സോഷ്യൽ മീഡിയ. വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് വല്ലതും ചെയ്യൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പ്രായത്തില്ല. അങ്ങനെ ആലോചിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പരാജയം വരും. അപ്പൊ പഠിക്കുന്നതിന് മാത്രം അമിത പ്രോത്സാഹനം കൊടുക്കരുത്, എന്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ഒരു കുട്ടി 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 100 അല്ലെങ്കിൽ 50 47 മാർക്ക് വലിയ സന്തോഷമായിരിക്കും. 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് ഏത് ക്ലാസ്സാണെന്ന് വിചാരിച്ചു? നിങ്ങളുടെ മക്കളെ എല്ലാ ക്ലാസ്സിലും അടുത്ത പരീക്ഷയ്ക്ക് 44 പോയി. മാതാപിതാക്കൾ എന്തായാലും, പ്രത്യേകിച്ച് മാതാക്കളുടെ മനസ്സെന്തായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് 45 കിട്ടി, ഇപ്പൊ ഒരു മാർക്ക് അവിടെ പോയി. പല ടീച്ചേഴ്സും അങ്ങനെയാണ്. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂളുകളിൽ സ്കൂൾ ലെവലിൽ 10ാം ക്ലാസ് വരെ എസ്പെഷ്യലി ക്ലാസ് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടികളെ അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളൊക്കെ എനിക്ക് വട്ടായം തോന്നുന്നല്ലേ? മാനസിക രോഗത്തിൽ ചികിത്സിച്ച് വട്ടായനായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ക്ലാസ് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടികളെ ചില ടീച്ചേഴ്സ് ഉണ്ട്, ക്ലാസ്സിലെ ഫസ്റ്റ് സെക്കൻഡ് എണീറ്റിരിക്കും, ബാക്കി എല്ലാ കുട്ടികളെയും കൊണ്ടൊന്ന് ക്ലാപ്പ് അടിക്കാൻ പറയും. കുട്ടികൾ അടിക്കുന്ന ക്ലാപ്പാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾ ക്ലാപ്പ് അടിക്കും. എന്നിട്ട് ടീച്ചറുടെ വക ഒരു കാറോ വേറെ ടിവിയോ ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കും. കാറെന്ന് പറഞ്ഞാൽ ടോയ് കാറാണ്. അത് നിങ്ങൾ ഇമ്പാല കാറൊന്നുമല്ല കേട്ടോ. അതല്ല, ബെൻസ് കാറല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇതൊക്കെ കൊണ്ട് വീട്ടിൽ വരുമ്പം മാതാവിനാണ് ആദ്യം കാണുന്നത്. എന്തൊരു സന്തോഷമായിരിക്കും, എന്റെ മകൾ ബസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷം. ചിലപ്പോ ബന്ധുക്കളെ വലിയ അടുപ്പമില്ലാത്ത ബന്ധുക്കളൊക്കെ ഈ ഉമ്മ ഒന്ന് ഫോൺ ചെയ്യും. കുശലൊക്കെ അന്വേഷിക്കുക. ഇടയ്ക്ക് എന്തിനായി മോണ്ടായി ടീച്ചർ കൊടുത്ത സാധനം പറയാനാണ്. അതിനോട്ടൊക്കെ പോകുമ്പോൾ പറയും ആരെങ്കിലും പലപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊടിച്ചു. കുട്ടി 6ാം ക്ലാസ് ആയതോ ടീച്ചറിന് വലിയ അറിവില്ലാത്തവർക്ക് കൊടുത്താണ് ഈ സാധനം. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഞാൻ ടീച്ചറിന് ഈ എംഎഡിന് പഠിപ്പിക്കുന്ന അവിടെ ടീച്ചേഴ്സിന് ക്ലാസ് കൂട്ടി പറയും. അവരാണ് ആദ്യം ലേഡി ടീച്ചേഴ്സ് സമ്മതിക്കില്ല, പിന്നീട് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ പറയുമ്പോ പ്രോത്സാഹനമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങൾക്കാണ് മനസ്സിലൊരു ഒരു പ്രോത്സാഹനം. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ? ആശങ്ക അവിടെ തുടങ്ങും. ആശങ്കയുടെ നാമ്പുകൾ അവിടെ തുടങ്ങുകയാണ്. എന്താ കാര്യം? അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോവുകയാണ്. ഇത് ഏതായാലും ഇന്ത്യൻ പരീക്ഷയ്ക്ക് വാങ്ങിച്ചതാണ്. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ഇതുപോലെ വാങ്ങിക്കണ്ട്. ആ ഉത്തരവാദിത്വം പോലെ ടെൻഷനായിട്ട് മാറും. അപ്പൊ ഇവിടെ നല്ല റാങ്ക് വാങ്ങിച്ച മോള്, അവള് ഒരു പക്ഷെ ചിന്തിച്ചതൊക്കെ അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ പഠിച്ച ആളാണ്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ഇത് വാങ്ങണ്ടേ എന്നുള്ള ഉത്തരവാദിത്തം കൂടും. അങ്ങനെ ഓരോ പരീക്ഷയ്ക്കും കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ വാങ്ങിക്കും. 10ാം ക്ലാസ്സിലെത്തും. 10ാം ക്ലാസ്സിലെത്തി പറയുമ്പോൾ നീ പഴയതുപോലെ 10ാം ക്ലാസ് ആണേ എന്ന് പറഞ്ഞ് പോകണം. പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാവരും 10ാം ക്ലാസ് കാര്യം പറയും. ഈ 10ാം ക്ലാസ്സിന്റെ കൊമ്പുണ്ടോ? ഒരു കൊമ്പുമില്ല. 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം?
ഇതൊന്നും പാരന്റ്സിനും അറിയില്ല, പല ടീച്ചേഴ്സിനും അറിയില്ല. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? നല്ല കുട്ടികളുടെ മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. ഈ പഠിത്തം എന്നുള്ള കൂടുതലാവുമ്പോ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? വീട്ടിലൊരു അതിഥികൾ വന്നാൽ അവരാരും മിണ്ടാതെ, അവരോടൊന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറും. കാരണം പഠിക്കണം. ഒരു ഹോളിഡേ വന്നാലോ സമാധാനം, സന്തോഷമില്ല, അപ്പോഴും പഠിത്തം. ഏതെങ്കിലും ആൾക്കാർ സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ ടൂറിന് പോയി എവിടെ പോകില്ല, വേറെ വീട്ടിൽ പോകണം, കല്യാണത്തിന് പോകണം, ഇതൊന്നും പോകാത്ത കുട്ടികളുണ്ട് ധാരാളം. നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പഠിത്തം മാത്രമല്ല, അപ്പൊ സ്കൂൾ ലെവലില് ഒരുവിധം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഒരു 75-80 മുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ പഠിക്കുന്ന കുട്ടികളുടെ എന്താ ഒരു ഗുണം വരുന്നത് എന്താണെന്ന് അറിയാമോ? ചെറിയ പ്രായത്തിൽ അവരുടെ മനസ്സിന്റെ ഊർജം നഷ്ടപ്പെടാതിരിക്കും. അവർ കളിച്ചും ചിരിച്ചും മറ്റുള്ളവരോട് ഇടപെട്ടും അന്യവീട്ടിലല്ല ബന്ധുക്കളുടെ വീട്ടിൽ പോയി അയൽവക്കരുടെ വീട്ടിലൊക്കെ പോയി കളിച്ചും ചിരിച്ചും ഒക്കെ വളരെ പഠിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന കുട്ടികളുടെ മനസ്സ് നഷ്ടപ്പെടില്ല. അപ്പൊ അവർ വലിയ ക്ലാസ്സുകളിലാവുമ്പോൾ അവരുടെ മനസ്സ് നഷ്ടപ്പെടാത്തതുകൊണ്ട് കൂടുതൽ ഭാരം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ചെറിയ റബ്ബർ ബാൻഡ് കണ്ടിട്ടില്ലേ? ആ റബ്ബർ ബാൻഡിന് വലിക്കാൻ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം വലിച്ചാൽ അത് ഒന്നുകിൽ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ചെറിയ കുട്ടികളുടെ മനസ്സ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അവർ ഫ്രീ ആയിട്ട് ഒരുവിധം മാർക്ക് വാങ്ങിച്ചാൽ അത് മതി. പിന്നീട് അവർക്ക് കൂടെ മനസ്സിലാവണ ഉത്തരവാദിത്ത ബോധം വരുമ്പോ അങ്ങനെയുള്ള കുട്ടികളെ എളുപ്പത്തിൽ നമുക്ക് പൊക്കിയെടുക്കാൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങളുണ്ട് എന്റെ മുന്നിൽ. എത്രയോ പാരന്റ്സിനെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. എത്രയോ പാരന്റ്സിനെ ഞാൻ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ മകൻ അതുപോലെ ആയിരുന്നു. എന്റെ മക്കളെ ഞാൻ ഇതേപോലെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറയുന്ന എക്സാമിന്റെ തലേ ദിവസം അവരെ കൊണ്ടേ കാണും. അയ്യോ പപ്പ നാളെ എക്സാം ആരെല്ലോ കുഴപ്പമില്ല, അറിയാന്നുള്ള കഴിയാണ്. ഇങ്ങനെ ചെറിയ ക്ലാസ്സുകൾ സ്കൂൾ ലെവലില് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ വെറുതെ വാചടിക്കുന്നതല്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങനെ പഠിച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാർക്ക് വാങ്ങിക്കും. അയ്യേ എങ്ങനെ എനിക്ക് അറിയാം. നീ അറിയാന്നുള്ള എഴുതണ്ട, കുറച്ച് മാർക്ക് വാങ്ങിക്കും. കാരണം ടീച്ചറുടെ ശ്രദ്ധയിൽ വരരുത്. ക്ലാസ് ടീച്ചറുടെ ശ്രദ്ധയിൽ വന്നാൽ പിന്നെ അവന് ബാധ്യത കൂടും. നിങ്ങൾ മക്കളോട് ചോദിച്ചു, ഞാൻ ഈ പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഇടയ്ക്ക് കുറച്ച് മാർക്ക്, കാരണം സ്ഥിരമായിട്ട് കൂടുതൽ വായിക്കുന്ന കുട്ടികളെ ടീച്ചർമാരിങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് സ്നേഹിച്ചിട്ടും ഉപദേശിച്ചിട്ടും. അപ്പൊ ടീച്ചർ എന്ത് വിചാരിക്കും? മാർക്ക് കുറഞ്ഞാൽ ഇതായിരിക്കും പിന്നെ ടെൻഷൻ. അങ്ങനെ ഞാൻ എന്റെ മോനോട് പറഞ്ഞത് അവസാനം ഞാൻ പറഞ്ഞു, നീ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് നിനക്ക് തോക്കാം ഒരു എക്സാമിന്. ഞാൻ തോക്കില്ല, തോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തോറ്റോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ നീ തോറ്റ മാർക്കുമായിട്ട് വന്നാൽ ഞാനൊരു സമ്മാനം തരും. അങ്ങനെ ഞാൻ സമ്മാനം കൊടുത്തു. തോറ്റ മാർക്കുമായിട്ട് വന്ന മകന് ഞാൻ സമ്മാനം കൊടുത്തു. കാരണം ഇത് പരീക്ഷയുടെ തോൽവിയല്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചെറുതായി എന്നുള്ള തോന്നൽ അവൻ ഉൾക്കൊള്ളാൻ പഠിക്കണം. ജീവിതത്തിൽ എവിടെയെങ്കിലും കാര്യം ഒന്ന് അടി പതറിപ്പോയി അവൻ പിടിച്ചു നിൽക്കാൻ പഠിക്കണം. നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെയല്ല. എല്ലാ സ്കൂളും അല്ല, ഈ ടീച്ചറിന്റെ സ്കൂളും നല്ല സ്കൂളാണ്. അവിടുത്തെ സ്കൂളിന്റെ കാര്യമല്ല, മറ്റു ചില സ്കൂളിന്റെ കാര്യമല്ല. അവർ വീണാൽ, ജീവിതത്തിൽ ഒരു പരാജയം വന്നാൽ, ഒരു കുറവ് വന്നാൽ അവിടെ എണീക്കണം. അതിനുവേണ്ടിയാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ സൈക്ലിങ്ങിന് പോകുന്ന പയ്യൻ, അവൻ സൈക്കിൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പിതാവ് സൈക്കിൾ വാങ്ങിക്കൊടുത്തു. സൈക്കിൾ നന്നായിട്ട് ചവിട്ടും. ഒരു വെള്ളത്തിന് പോയപ്പോൾ ഒരു അല്പം പിന്നോട്ടായിരുന്നു. പിന്നെ അവന് ധൈര്യമില്ല, എപ്പോഴും ഞാൻ മുന്നിലിരിക്കണം. ഒരു റൈഡിന് പോയപ്പോൾ ഒരു അല്പം പിന്നിലായിരുന്നു, 4ാമത്തെ 6ാമത്തെ സ്ഥാനം. അവന് പിന്നെ പോകാൻ ധൈര്യമില്ല. ആലോചിച്ചു. അപ്പൊ തോൽക്കാൻ പഠിക്കുക എന്നുള്ളത് വിജയികളാണ്. തോൽക്കാൻ പഠിച്ചാലേ വിജയിക്കാൻ പറ്റും. അതിന് എന്റെ മകനെ അവസാനം എന്ത് പറ്റിയെന്ന് അറിയുമ്പോ, ഓരോ ക്ലാസ്സിൽ ഞാൻ ടീച്ചേഴ്സിന്റെ ശ്രദ്ധ ഒഴിവാക്കിയിട്ട് പഠിപ്പിച്ചു. അവസാനം 10ാം ക്ലാസ് പരീക്ഷ. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിച്ചു. ഇപ്പോഴും നീ പഠിച്ചു, കാരണം ടീച്ചേഴ്സ് നേരിട്ട് നിന്റെ മാർക്ക് കാണാൻ പോകുന്നില്ല. അത് ബോർഡാണല്ലോ. നീ ഇഷ്ടം പോലെ നിനക്ക് പറ്റുന്നതിന് പഠിച്ചു. 10ാം ക്ലാസ് ആകുമ്പോൾ ഒരു ഡെവലപ്പായി.
അവൻ നമ്മള് അങ്ങനെ വലിച്ചു നീട്ടിയിട്ട് അവന്റെ മനസ്സിനൊന്നും വിഷമിപ്പിച്ചില്ല. അവൻ കൂളായിട്ട് പഠിച്ചു. എന്ത് പറ്റി? അവന് ടീച്ചർമാരുടെ അതിശയിപ്പിക്കുന്ന ഒരു മാർക്ക് കിട്ടി. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിന്റെ മാർക്ക് ആ സ്കൂളില്. എന്റെ മോനെ പൊങ്ങച്ച പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ സംഭവിച്ചിട്ട് എടുത്തതല്ല, ഇതെല്ലാം സംഭവിപ്പിച്ചിട്ട് ഞാൻ എടുത്തു. അതാണ് നിങ്ങൾ എടുക്കേണ്ട പോയിന്റ്. ടീച്ചേഴ്സിന് വിശ്വാസം ഇവരെങ്ങനെ കിട്ടി? അവര് പ്രതീക്ഷ ഒരുപാട് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇവര് കിട്ടിയില്ല. ഇവരെങ്ങനെ കിട്ടി? അപ്പൊ അവിടുത്തെ ഒരു വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവിനെ എനിക്കറിയാം, അങ്ങേര് നിങ്ങൾ അറിയുമ്പോഴേ അത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് മറ്റ് ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ സമാധാനപ്പെട്ടു. ഇന്നും അവന്റെ പേര് ഒരു സ്കൂളിൽ എഴുതി വെച്ചിട്ടു. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു. എന്നിട്ട് എൻട്രൻസ് ഇപ്പോൾ ഒരു കൊലച്ചേരിയുണ്ട്, അറിയാമോ? എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത് എനിക്കറിയില്ല. 8ാം ക്ലാസ് മുതൽ മറ്റു ചില ഏജൻസികൾ വന്ന് സ്കൂളുകാരുമായിട്ട് കരാർ ഒപ്പിടും. എന്തിനാ? ഇപ്പോഴേ എൻട്രൻസ് അവിടെ തന്നെ എൻട്രൻസ് തുടങ്ങും. 8ാം ക്ലാസ് മുതൽ, 9ാം ക്ലാസ് മുതൽ, 10ാം ക്ലാസ് മുതൽ അവരൊരു പരീക്ഷ നടത്തും. എന്നെ എത്ര ഏജൻസീസ് വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതിന്റെ പാർട്ടാവാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് സാർ ഉണ്ടാക്കി തരണം. ഞാൻ പറഞ്ഞു നോ, പറ്റില്ല, തട്ടിപ്പാണ്, ബിസിനസ്സാണ്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ടൊരു പരീക്ഷ നടത്തും. എന്നിട്ട് എഴുതി പാസ്സാക്കിയിട്ട് അഡ്മിഷൻ കിട്ടും. അപ്പൊ പേരൻസ് ഇവനിപ്പോ പോയാൽ നല്ല എൻട്രൻസ് കിട്ടും, നീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കിട്ടും. അതിനകത്ത് കാശും കൊടുത്ത് എന്താ സംഭവിക്കുക? കുട്ടികളെ കൊണ്ട് കഷ്ടപ്പെടുത്തേ ചെയ്യുന്നു. അവർക്ക് സ്വസ്ഥത ഇല്ലാതെ ചെയ്യും. ഇങ്ങനെ വളർന്ന കുട്ടികൾ എന്തൊക്കെ നേടിയാലും മനസ്സിന് ആശ്വാസം ഇല്ലാതെ വളർന്ന കുട്ടികൾ സമൂഹത്തോട് നീതി പുലർത്തുമോ? അവനോട് തന്നെ അവനൊരു ബുദ്ധിമുട്ട് വരുമ്പോ, അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഒന്നുകിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും, മയക്കുമരുന്നിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ വേറൊരാളെ റാഗ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കും. കാരണം നല്ല മനസ്സിലല്ല ഈ മക്കളൊക്കെ വളർന്നു വരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുത്തി അവർക്ക് ആശ്വാസമില്ലാതെ പഠിപ്പിക്കാൻ പാടില്ല. അപ്പൊ എന്റെ സജഷൻ, ഒരുവിധം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഒരുവിധം ട്യൂഷനെ കൊടുത്ത് പഠിപ്പിക്കുക. പിന്നീട് എൻട്രൻസിന് വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 1 വർഷം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നഷ്ടപ്പെടാതെ കൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയെന്ന് വരും. കൂടുതലായിട്ട് കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി പഠിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നാളെ നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ്. ഇപ്പോഴേ ഇതൊക്കെ ചെയ്ത് പഠിച്ചോ എന്നുള്ള നിലയിലുള്ള ഉപദേശം പാടില്ല. നാളെ 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 നിനക്ക് ജോലി കിട്ടണം, നാളെ നിനക്ക് ശമ്പളം വേണം, നാളെ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണം, അവിടെ ചെന്നാൽ അമ്മായിമ്മയുടെ മുന്നിൽ വില വേണമെങ്കിൽ നിനക്ക് ജോലി വേണം, എനിക്കില്ലാത്ത കാര്യം അതാണ് എന്ന് പറഞ്ഞിട്ട് മക്കളെ ഇപ്പോഴേ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ചോദിക്കും, അമ്മ എപ്പോഴെന്നെ നാളെ നാളെ അമ്മ ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോഴും നാളെ കുറിച്ച് ഇന്ന് സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കൾ ഇന്ന് കൊടുക്കൂ. ഇന്ന് നാളെ കുറിച്ച് അവർക്ക് അറിയില്ല. കൊടുക്കും നാളെ കുറിച്ച് ഏകദേശം കാര്യങ്ങൾ ഇതുപോലെ ജോലി കിട്ടാൻ നിനക്ക് അല്ലെങ്കിൽ ഇന്നാലും പോലെയൊക്കെ ആവാം, നീ പഠിക്കും. അപ്പൊ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് ഈ പഠിച്ച് മിടുക്കരായി വരുന്ന മക്കൾ പലരും ഒരു അബദ്ധ രീതിയിൽ ചിന്തിക്കാറ്. കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ നേടി കഴിയുമ്പോൾ പാരന്റ്സും അബദ്ധത്തിൽ ചിന്തിക്കുന്നു, കുട്ടികളും ചിന്തിക്കുന്നു. എന്താണ്? ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സ്വഭാവം അടുത്തത് കണ്ടുവരും. സയൻസും ടെക്നോളജിയും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കും. റാങ്ക് കിട്ടിയാൽ എല്ലാം ആയി. അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഈ സയൻസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യം, പലർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഈ സയൻസ് പറഞ്ഞത് എന്താണ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു സയൻസാണ്. സയൻസാണ്. ഗൈനക്കോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, എല്ലാം. അപ്പൊ ഈ കുഞ്ഞ് ജനിക്കുന്നത് ഖുർആൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ദൈവം ജന്മം നൽകുന്നത് വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലേ? അല്ലാഹുവിന്റെ
ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ. അല്ലാഹുവാണ് മനുഷ്യനെ ഒരു ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. ആ ബീജകണം സൃഷ്ടിക്കുക മാത്രമല്ല, അതിനെ അത് വായലിന്റെ നട്ടലിന്റെ പുറത്തുനിന്നുള്ള സ്ഥലത്ത് നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. എന്നിട്ടോ അതിനെ സൂക്ഷ്മമായ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നാം നിക്ഷേപിക്കുന്നത് ഖുർആൻ അല്ലാഹു പറയുന്നു. ഇത് വായിച്ചത് അറിയാലോ. എന്നിട്ടോ സുരക്ഷിതമായ സ്ഥലം ഏതായ 3 അറകളുള്ള സുരക്ഷിതമായ സ്ഥലം. അനാട്ടമി പഠിക്കുന്നവർക്ക് അറിയാം, ഫിസിയോളജി പഠിക്കുന്നവർക്ക് എൻഡോമെട്രിയം, പെരിമെട്രിയം 3 അറകൾ എല്ലാം ഉണ്ട്. അതിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. എത്ര സുരക്ഷിതമായ രീതിയിലാണ് പ്രപഞ്ച സൃഷ്ടാവ് ഒരു മാതാവിന്റെ ഉള്ളിൽ ഒരു ഗർഭപാത്രം സൃഷ്ടിച്ചതെന്നറിയോ? ലോകത്ത് ഒരു ശക്തിക്കും അതുപോലെ ഒരു സാധനത്തിന് സൃഷ്ടിക്കാൻ ഒക്കില്ല. മാതാവിന് പോലും അറിയില്ല ഇതിന്റെ ഘടന എന്താണെന്ന്. അത് വഹിക്കുന്ന സ്ത്രീക്ക് അറിയില്ല. അത് ഖുർആനിൽ പറയുന്നു. അത് ഉള്ളിൽ ചുമക്കുന്നത് പോലും ആ സ്ത്രീക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അത് സയൻസാണ്. അപ്പൊ ഈ സയൻസ് അറിയുന്ന ആള് ഖുർആനെ മറക്കാനൊക്കെ, ആത്മീയതയെ മറക്കാനൊക്കെ, ഏത് മതമായിരുന്നാലും പ്രപഞ്ച സൃഷ്ടാവാണ് ഇതെല്ലാം സംവിധാനം ചെയ്തതെന്ന് ഖുർആനിൽ പറയുമ്പോ നാം അത് അറിയണ്ടേ? അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ സയൻസ് ടെക്നോളജിയാണ് വലുത് എന്ന് നമുക്ക് തോന്നും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെ അവിടെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളർത്തിക്കൊണ്ടുവരും. അവസാനം നിങ്ങളെ പ്രസവിപ്പിച്ച് പുറത്തോട്ട് വരും. എന്നിട്ട് അവിടെ നിന്ന് പല സ്റ്റേജസ് ആയിട്ട് വളർത്തും. ചിലരെ വാർദ്ധക്യത്തിന്റെ പടുകുഴികൊണ്ട് വിടും. ആ സമയത്ത് നിങ്ങൾ കൊച്ചു കുട്ടികളെ തിഫ്ലനെ പോലെ, തിഫ്ലൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാവും. പക്ഷേ ഒരു മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊടുക്കുന്ന ആ സമയം കൺസെപ്ഷൻ എന്ന് പറയുക, നമ്മൾ പറയില്ല പഠിച്ചിട്ടുള്ള കൺസീവ് ചെയ്യുക അല്ലെങ്കിൽ ഗർഭം ധാരണം, ആ ചെറിയ സംഭവം. ആ സമയത്ത് അവിടെയാണ് ജീവൻ അള്ളാഹു കൊടുക്കുക. പ്രപഞ്ച സൃഷ്ടാവ് ജീവൻ കൊടുക്കുകയാണ്. ആ ജീവൻ കൊടുത്ത ആ ഭ്രൂണം എന്നുള്ള ജീവൻ വരുന്ന സമയത്ത് സയന്റിഫിക്കലി നമുക്ക് ഗൈനക്കോളജി ബുക്കിൽ അറിയാം, ഒരു കൊളയുടെ ആകൃതിയിലാണ് ആദ്യമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? എത്ര നോക്കൂ, അത് 7-ാം നൂറ്റാണ്ടിലൊക്കെ ഖുർആനാണ്. 20-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടു. ഗൈനക്കോളജി അല്ലെങ്കിൽ അനാട്ടമിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ സ്ട്രക്ചർ ഇപ്പോഴാണ്. അടുത്ത കാലം നൂറ്റാണ്ടുകളായിരുന്നു, ഇപ്പൊ അടുത്ത വർഷങ്ങളായിരുന്നു. അപ്പൊ അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ കണ്ടായിട്ടോ. എന്നിട്ട് ഞാൻ ആ ജീവൻ നൽകിയത് എനിക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം. അതിനെയാണ് നിങ്ങൾ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള മെഡിക്കൽ സയൻസ് പഠിച്ചപ്പോ എനിക്കിനി ദൈവവും വേണ്ട, പാരന്റ്സ് പറയുന്ന നമസ്കാരം വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ദുആയും വേണ്ട എന്ന് പറയുന്ന അല്പജ്ഞാനികളായുള്ള മക്കൾ ഇന്നുണ്ട്. എന്റെ അടുത്ത് കൊണ്ടുവരാമെന്ന് പറയേ. ഇപ്പൊ നമസ്കരിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അവളിപ്പോ അല്ലെങ്കിൽ അവൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ഒന്നും വേണ്ട. എടാ, ഞാൻ ചോദിക്കുന്നു, believe in God, the supreme authority is the beginning of wisdom. നിങ്ങൾ ഏത് സയൻസ് ടെക്നോളജി പഠിച്ചാലും പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് അറിയുന്നതാണ് ആദ്യത്തെ അറിവ്. അതാണ് ജ്ഞാനം. ജ്ഞാനത്തിന്റെ ബിഗിനിങ്, തുടക്കം അതാണ്. അവിടെ നിന്നിട്ട് നിങ്ങൾ ബാക്കി സയൻസ് പഠിച്ചാൽ, എല്ലാ സയൻസും അവിടെ നിന്ന് വന്നതിന്റെ എങ്ങനെയാണെങ്കിൽ, ഇനി ഒരാൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരാൾ കാണുന്നു, നിങ്ങൾ എന്നെ പലരും നോക്കുന്നവരൊക്കെ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ടായിട്ട് കാണുന്നു അല്ലേ? ഈ കണ്ണുണ്ടായിട്ട് നമ്മൾ എങ്ങനെ കാണുന്നു? കണ്ണിന്റെ പടം വരച്ചിട്ടാൽ കാണുമോ? ഇതുപോലത്തെ സാധനം എടുത്ത് വെച്ചാൽ കാണുമോ? അപ്പൊ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പൊ ആ ഇമേജ് നമ്മുടെ കണ്ണില് വരുന്നു, റെറ്റിനയിൽ വരുന്നു. അത് അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ ബാക്കിലോട്ട് പോയി അവസാനം നമ്മുടെ കാഴ്ചയുടെ തലച്ചോറിന്റെ ഭാഗത്ത് പോകുന്നു. അവിടെ നിന്നുള്ള മെസ്സേജിന്റെ അനുസരിച്ചാണ് നമ്മൾ സാധനം കാണുന്നത്. അപ്പൊ ഇതാണ് കാഴ്ചയുടെ രീതി. ഈ കാഴ്ച വായിക്കുന്നവർക്ക് നമ്മളൊരു ഒപ്താൾമോളജിസ്റ്റിന്റെ അടുത്ത് പോകും. ഫസ്റ്റ് ഇയർ MBBS പിള്ളേര്
അവർ അനാട്ടമി പഠിക്കാനായിട്ട് പോകുമ്പോൾ ഇതിന്റെ ഇത് ഘടനയൊക്കെ പഠിക്കും. പക്ഷേ ഇത് ഇത്രയും നല്ല ഒരു സോഫ്റ്റ്വെയർ, ഈ കണ്ണ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇത്രയും സൂക്ഷ്മമായിട്ട് ആരാണ് അവിടെ ഫിറ്റ് ചെയ്തത്?